എൻ്റെ സമുദായത്തിൽ ഏറ്റവും നല്ലവർ ആദ്യം വന്നവരും അവസാനം വരുന്നവരുമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖൈറു ഉമ്മത്തി അവ്വലുഹാ വആഖിറുഹാ. അങ്ങനെ തന്നെയാണ് ആയത്തും പറഞ്ഞിട്ടുള്ളത്. വസ്സാബിഖൂന അസ്സാബിഖൂന ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ ആയത്തിലും പറഞ്ഞത്. ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഈ ഹദീസാണ്, ഒരു വ്യാഖ്യാനം. അപ്പോൾ ബർമയിൽ അങ്ങനെ കഴിഞ്ഞു, മറ്റോടത്ത് ഇങ്ങനെ കഴിഞ്ഞു എന്നാണ്. അത് വലിയ വേദനിക്കുന്ന സംഗതി തന്നെ. പക്ഷേ ഉമ്മത്തിന് അതിൽ വിധേയരായ ആളുകൾക്ക് അള്ളാഹു പ്രത്യേക സ്വർഗം കൊടുക്കും. അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. മനസ്സ് തുറന്നാമീൻ പറയും, അള്ളാഹു അവർക്ക് സ്വർഗവാതിൽ തുറന്നു കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് സ്വർഗവാതിൽ തുറന്നു കൊടുക്കട്ടെ. സിറിയയിലും മറ്റൊക്കെ കഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകൾ, പിന്നെ അഭയാർത്ഥികളായി ഓടിയവർ, സിറിയൻ പെണ്ണുങ്ങൾ. ഇപ്പോൾ സിറിയൻ പെണ്ണുങ്ങൾ റോഡ് സൈഡിൽ മാത്രം 2016 റോഡ് സൈഡിൽ, തുർക്കിയിലെ റോഡ് സൈഡിൽ പ്രസവിച്ചത് 1,70,000 പെണ്ണുങ്ങൾ റോഡ് സൈഡിൽ പ്രസവിച്ചിട്ടുണ്ട്. ഒരു വഴിയില്ല, നമുക്ക് ആശുപത്രി പോയാലും പോലും പ്രസവിക്കൂല. അതേ സമയത്ത് അഭയാർത്ഥികളായി ഓടിയ പെണ്ണുങ്ങൾ 1,70,000 പെണ്ണുങ്ങൾ തുർക്കിയിലെ റോഡ് സൈഡിൽ പ്രസവിച്ചിട്ടുണ്ട്. ഈ 2016, ഈ കഴിഞ്ഞ 2016. അപ്പം അതൊക്കെ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടിന് എന്താ ഒരു ഫലം? ഒന്നവർ ഈമാനിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ച് നിന്നാൽ അദാബു ഹാഫിദ് ദുനിയാവിലെ അദാബ് ഉണ്ടാകൂ, വലൈസലഹും അദാബും ഫിൽ ആഖിറ, ആഖിറത്തിൽ അവർക്ക് അദാബ് ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊരു നന്മയല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കണം, ഇതൊന്നും ഇടപെടാൻ കഴിയില്ല. പിന്നെ അവിടെ വിഷയത്തിൻ്റെ മർമ്മം എന്തായി? ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ കാലത്തിനെ ശരിക്കും മനസ്സിലാക്കണം. ഇത് ആഖിർ സമാനാണ് എന്നതിന് എത്രയും വലിയ തെളിവാണ് ഓരോ ദിവസവും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആഖിർ സമാനിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. ആഖിർ സമാനിലെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം യുദ്ധം, കലാപം, അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നുമല്ല വലിയ പ്രശ്നം. ആഖിർ സമാനിലെ ഏറ്റവും വലിയ പ്രശ്നം ഈമാനിൽ പിടിച്ചു നിൽക്കാൻ പലർക്കും കഴിയൂല എന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആഖിർ സമാനിലെ ഏറ്റവും ഭയാനകമായ കാര്യം ഈമാൻ നശിപ്പിക്കാനുള്ള ശ്രമം ലോകത്തെവിടെയും നടക്കും. ലോകത്ത് എവിടെയും നടക്കും. ലോകരാജ്യങ്ങളിൽ മുഴുവനും ഇതാ ഈമാൻ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഈമാൻ ഖൽബിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആനിലെ അവസാന സൂറത്ത് അവസാന കാലത്തേക്കുള്ള ഒരു സൂറത്ത് കൂടിയാണ്. അത് ഏറ്റവും അതിൻ്റെ മുന്തഫിഈങ്ങൾ അവസാനത്തെ കാലത്തെ ജനങ്ങളാണ്. അവസാനത്തെ സൂറത്ത് അവസാനത്തെ ആളുകളുടെ കൂടുതൽ ഉപകരിക്കേണ്ടി വരും. അത് അവസാനത്തെ സൂറത്താണ്. അവസാനം ഇറങ്ങിയ സൂറത്ത് അതല്ല, പക്ഷെ അവസാനം അള്ളാഹുവിൻ്റെ വലയിലെ അവസാനത്തെ സൂറത്തുൻ നാസാണ്. ഇതിൽ വലിയ പാഠമുണ്ട്. ഖുർആനിലെ അവസാനത്തെ സൂറത്തുൻ നാസാണ്. എന്താണ് അതിലെ പ്രമേയം? അതിൻ്റെ പ്രമേയം അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ഖുർആൻ എവിടുന്നാ വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ഖുർആൻ വരുന്നത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹ്. സംശയമില്ല, സംശയം വേണ്ട, സംശയം വേണ്ട, സംശയം വേണ്ട. സംശയം രോഗമാണ്, സംശയം നാശമാണ്. അടിസ്ഥാനങ്ങളിൽ സംശയിക്കുന്നത് നാശമാണ്, നരകമാണ്. സംശയം വേണ്ട, സംശയം വിഷമാണ് എന്ന് പറഞ്ഞാണ് ഖുർആൻ തുടങ്ങിയത്. ഖുർആൻ ആദ്യം തുടങ്ങിയത് നിസ്കരിക്കണമെന്നും നോമ്പൊൽക്കണമെന്നും പറഞ്ഞുകൊണ്ടല്ല. നിസ്കരിക്കണമെന്ന് പറഞ്ഞത് 3-ാമത്തെ ആയത്തിലാണ്. നോമ്പ് നോക്കണമെന്ന് പറഞ്ഞത് 183-ാമത്തെ ആയത്തിലാണ്. നിസ്കരിക്കണം എന്ന് പറഞ്ഞത് 3-ാമത്തെ ആയത്തിലാണ്. നോമ്പ് നോക്കണം എന്ന് പറഞ്ഞത് മുഅ്മിനെ ചിന്തിക്കണം, നോമ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് 183-ാമത്തെ ആയത്തിലാണ്. എന്നാൽ സംശയം പാടില്ല എന്ന് പറഞ്ഞത് അതിന്റെ എല്ലാം മുമ്പാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹ്. സംശയം വേണ്ട, സംശയം വേണ്ട. എന്തിൽ സംശയം വേണ്ട എന്നാ പറഞ്ഞത്? ഹിദായത്തിന്റെ സബീലിൽ സംശയിക്കരുത്. നിങ്ങൾ അലസരായി കസേരയിൽ ഇരിക്കരുത്, വളരെ ഗൗരവമായിരിക്കണം. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇത് ഇന്നത്തെ കാലത്തിന്റെ പ്രശ്നം പറയാം.
ദീൻ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിൻ്റെ വലിയ ആളുകൾ വഹാബികളാണ്. വഹാബികളെ കരുതിയിരിക്കണം. അവർ ഉമ്മത്തിൽ വസ്വാസം ഉണ്ടാക്കി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും വഹാബിയത്ത് മുസ്ലിം സമുദായത്തിൻ്റെ ചെളിയാണ്. ആദ്യം പറഞ്ഞ് ചങ്ങാതി നിസ്കരിക്കണം എന്നുമല്ല, നോമ്പ് നോക്കണം എന്നുമല്ല. ആദ്യം പറഞ്ഞത് സംശയം ഒഴിവാക്ക്. എന്തിൽ സംശയം? എന്തിൽ സംശയം ഒഴിവാക്കാനാ പറഞ്ഞത്? സംശയം ഒഴിവാക്ക് എന്നതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? അലിഫ് ലാം മീം. അത് നമുക്ക് അറിയില്ല. പിന്നെ എന്തിൽ സംശയം ഒഴിവാക്കുന്ന പറഞ്ഞ്? സംശയം ഒഴിവാക്ക് എന്ന് പറഞ്ഞു. അടിത്തറയിൽ സംശയം വേണ്ട എന്ന് പറഞ്ഞു. ഇതിന്റെ മുമ്പ് വിഷയം പറഞ്ഞത് എന്താ? വിഷയം അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. സംശയം പാടില്ലാത്തത് അല്ലദീന അൻഅംത അലൈഹിം എന്നതിന്റെ സിറാത്തിൽ സംശയം പാടില്ല. ഖുർആനിൽ സംശയം പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടിയെ ഖുർആൻ? എന്താണ് ഖുർആൻ? നമ്മൾ വെക്കുന്ന മാനയോ? മാന വെച്ചവര് നശിച്ചു പോയിട്ടില്ലേ ജനങ്ങളെ? മാന വെച്ചവനല്ലേ ചേകനൂര് നശിച്ചിട്ടില്ലേ? മാന വെച്ച മറ്റൊരാളല്ലേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നശിച്ചിട്ടില്ലേ? കിതാബിൽ സംശയം വേണ്ട. കിതാബ് എന്ത്? കിതാബിന്റെ മർമ്മം എന്ത്? കിതാബിന്റെ മർമ്മം അതിന്റെ പ്രത്യക്ഷമായ മാനയാണ് എങ്കിൽ ആ കിതാബിന്റെ മാനയിൽ കിതാബിന്മേൽ കൂടിയിട്ട് നശിച്ചിട്ടില്ലേ ചേകനൂര്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. കിതാബിന്മേൽ കൂടി നശിച്ചിട്ടില്ലേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ? നശിച്ചില്ലേ? കാഫിറല്ലേ? അപ്പോൾ പിന്നെ സംശയം വേണ്ട എന്ന് പറഞ്ഞത് എവിടെയാ? നീ കാണുന്ന പ്രത്യക്ഷ മാനയല്ല, അതിന്റെ മാന പോലും ചികഞ്ഞെടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അതിന്റെ മാന പോലും നോക്കി വെക്കേണ്ടത് അല്ലദീന അൻഅംത അലൈഹിം എന്ന രീതിക്കനുസരിച്ചാണ്. അല്ലെങ്കിൽ ആ മാന പോലും മനുഷ്യനെ കാഫിറാക്കും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. യുളില്ലു ബിഹി കസീറൻ എന്ന് പറഞ്ഞിട്ടാണ് വയഹ്ദി ബിഹി കസീറ, കുറെ ആളുകൾ ഇതുകൊണ്ട് പഴച്ചു പോകും എന്ന് പറഞ്ഞിട്ടാണ് ഹിദായത്തിലാകും എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണം. നമുക്ക് അല്ലാഹു നിഅമത്ത് ചെയ്ത നാടാണ് കേരളം. ഈ നിഅമത്തിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് ഭൂമിയിൽ, ഇത് കഅബാലയത്തിന്റെ തൊട്ടടുത്തിരിക്കുന്നവൻ എന്താണ് അതിൻ്റെ അല്ലാഹു ചെയ്ത നിഅമത്ത് എന്ന് മനസ്സിലാവൂല. എന്നതുപോലെയാണ് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് അല്ലാഹു ചെയ്ത നിഅമത്ത് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ജീവിക്കുക എന്നത് അള്ളാഹിൻ്റെ തൗഫീഖാണ്. കാരണം കേരളം അള്ളാഹു തൗഫീഖ് ചെയ്തൊരു നാടാണ്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അനവധി രാജ്യങ്ങളിൽ റബ്ബിൻ്റെ സഹായത്താൽ ഈ ആയുസ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ട് കേരളം പോലെ ഒരു നാടിനെ എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. ഹക്കാണ്, ഹക്ക് പറയാം. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പലവട്ടം താമസിക്കാനും ആഴ്ചകളോളം താമസിക്കാനും മാസങ്ങളോളം താമസിക്കാനും പല ഘട്ടങ്ങളിൽ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും, മുഴുവൻ ഞാൻ പറയുന്നില്ല, പക്ഷെ പല രാജ്യങ്ങളിലും റബ്ബിൻ്റെ സഹായത്തിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം പോയിട്ട് കേരളം പോലെ ഒരു നാട് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ഈ ഇരിക്കുന്ന മജ്‌ലിസിൽ എത്ര ആലിമീങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 65% ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന സൗദി അറേബ്യയിൽ പോലും ഇങ്ങനെ ഒരു സദസ്സ് വിളിച്ചു കൂട്ടിയാൽ ഇത്രയേറെ ഉലമാക്കളെ കാണുക സാധ്യമല്ല. ഇത് അല്ലാഹു കേരളത്തിന് നൽകിയ തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ കേരളത്തിൽ ജനിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. അതും കേരളത്തിന്റെ കനകമായ മലപ്പുറം ജില്ലയിൽ മലബാറിൽ ജനിച്ചു. അല്ലാഹു തആല ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മലബാറിലെ ആദ്യത്തെ ബാങ്ക്, മലബാറിൽ ആദ്യത്തെ പള്ളിയിൽ ബാങ്ക് കൊടുത്തത് ഹിജ്റ 5-നാണ്. കഅബാലയത്തിൽ ആദ്യം ബാങ്ക് കൊടുത്തത് ഹിജ്റ 8-നാണ്. അതാണ് മലബാർ.
അള്ളാഹു ഈ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഇനി നിങ്ങൾക്ക് എന്താ കേൾക്കേണ്ടത്? ഇനി നിങ്ങൾക്ക് എന്താണ് കേൾക്കേണ്ടത്? ഈ നാടിൻ്റെ ബർക്കത്ത് എത്രയാണ്? മുത്തുനബിക്ക് ഈ നാടിന് എത്ര ഇഷ്ടമുണ്ടാവും. കാരണം ലോകത്ത് നടക്കുന്ന ഓരോ സംഭവം അള്ളാഹുവിൻ്റെ ഹബീബിനെ അറിയില്ലേ? ഇന്നും അറിയുന്നല്ലേ നമ്മുടെ വിശ്വാസം. പിന്നെ എങ്ങനെ അന്നറിയാതിരിക്കണം? ഇന്നും അറിയുന്നല്ലേ? ഇന്നും ഇപ്പോൾ ഇതറിയുന്നല്ലേ? നമ്മൾ സുന്നികളല്ലേ? ദുനിയാവിലെ ഏതു കാര്യവും അള്ളാഹുവിൻ്റെ ഹബീബുമായി ബന്ധപ്പെട്ടത് അതാത് സന്ദർഭങ്ങളിൽ മലായിക്കത്ത് മുത്തുനബിയെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലേ മുഅ്മിനീങ്ങളെ നമ്മുടെ വിശ്വാസം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 10 പള്ളി കേരളത്തിൽ സ്വഹാബികൾ ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ആചാരങ്ങൾ, രീതികൾ സ്വഹാബത്തും താബിഈങ്ങളും കാണിച്ചതാണ് റളിയല്ലാഹു അൻഹു. പള്ളി ഉണ്ടാക്കിയത് ആര്? സ്വഹാബത്ത്. എല്ലാ രീതികളും കാണിച്ചത് ആര്? സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. ആഫ്രിക്കയിൽ തൗറാത്ത് വന്നിട്ടുള്ള ആഫ്രിക്കയിൽ തൗറാത്ത് ആദ്യത്തെ വേദഗ്രന്ഥം തൗറാത്ത് അല്ലേ? തൗറാത്ത് ആദ്യമായി ഇറങ്ങിയത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിടുന്നത് ഹിജ്റ 22-നാണ്. ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിടുന്നത് ഹിജ്റ 22-നാണ്. ഫുസ്താത്തിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആണ് ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിട്ടത്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഷാം വിജയത്തിന് ശേഷം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മിസ്രിൽ പ്രവേശിച്ച് ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിട്ടു. ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളിക്ക് തറക്കല്ലിട്ടത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു. ഇന്നും ആ പള്ളി മസ്ജിദ് അംർ ഇബ്നു ആസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ ആദ്യത്തെ പള്ളി ഉണ്ടാക്കി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുസ്തഫ നബി വഫാത്താവുന്നത്. ആഫ്രിക്ക വൻകരയിലെ ആദ്യത്തെ പള്ളി റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തില്ല, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്താണ് ആദ്യത്തെ പള്ളി ആഫ്രിക്ക വൻകരയിൽ. നിങ്ങൾ കേരളത്തിന്റെ നിഅമത്ത് മനസ്സിലാക്കുക. ആഖിർ സമാൻ എന്ന് പറഞ്ഞാൽ പലരും പിഴച്ചു. എവിടെയാ പിഴക്ക? വസ്വാസിലാ പിഴക്ക. الذي يوسوس في صدور الناس الذي يوسوس في صدور الناس الذي يوسوس في صدور الناس മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കും. ആരൊക്കെ ഉണ്ടാക്കും? മിനൽ ജിന്നത്തി വന്നാസ്. ചിലപ്പോൾ ജിന്നുകൾ വസ്വാസ് ഉണ്ടാക്കും, ചിലപ്പോൾ മനുഷ്യരും വസ്വാസ് ഉണ്ടാക്കും എന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യരും വസ്വാസ് ഉണ്ടാക്കും. പുതിയ പുതിയ സംഘടനകൾ, പുതിയ ഇസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ വന്നിട്ട് മനുഷ്യന്റെ കൽബിൽ നിന്ന് വസ്വാസ് ഉണ്ടാക്കിയാൽ എന്തുണ്ടാവും? വസ്വാസ് എന്നത് യഖീനിന് എതിരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ യഖീനാണ്. ഈമാൻ യഖീനാണ്. വബിൽആഖിറതി ഹും യൂഖിനൂൻ. എന്തിനാ യഖീൻ എന്ന് പറയുക? യഖന എന്ന വാക്കിൽ നിന്നാണ് യഖീൻ എന്ന് പറയുക. യഖനൽ മാഉ ഇദാ സകന ഫിൽ ഇനാഇ. പാത്രത്തിൽ അനക്കം ഒഴിവാക്കി വെള്ളം അടങ്ങിയാൽ അപ്പോൾ പാത്രത്തിൽ വെള്ളം യഖീനായി എന്ന് പറയും. എന്നതുപോലെ ഖൽബിൽ ഈമാൻ ആട്ടിളക്കങ്ങളില്ലാതെ അടങ്ങിയാൽ യഖീൻ എന്ന് പറയും. യഖീൻ പൊളിക്കാൻ എന്ത് ചെയ്താൽ മതി? ചെറിയ ഒരു ഇളക്കം ഉണ്ടാക്കിയാൽ മതി. ചെറിയ ഒരു ഇളക്കം, അതിനാണ് വസ്വാസ് എന്ന് പറയുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. യഖനൽ മാഉ ഇദാ സകന ഫിൽ ഇനാഇ وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. യഖീനിൽ തറത്തുബായിട്ടാണ്, യഖീനിൽ അവലംബിച്ചിട്ടാണ് ഹിദായത്ത് പറഞ്ഞത്. വബിൽ ആഖിറതി ഹും യൂഖിനൂന ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. അപ്പോൾ എന്ത് വേണം? യഖീൻ വേണം. തുടക്കത്തിൽ ആദ്യത്തെ അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത് ഖായിദത്തുൽ ഖുർആൻ, ഖുർആനിലെ മൊത്തം ആയത്തിന്റെ ഇരിപ്പിടം ബഹുമാനപ്പെട്ട അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്താണ്. അതുകൊണ്ടാണ് ഹദ്ദാദിൽ പോലും ഈ 5 ആയത്ത് കയറിയത്. ഫാത്തിഹ കഴിഞ്ഞാൽ ഖുർആനിലെ മൊത്തം ആയത്തുകളുടെ ഇരിപ്പിടമാണ്
അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത് അലിഫ് ലാം മീം മുതൽ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വരെ ബഹുമാനപ്പെട്ട അൽ ബഖറയിലെ 5 ആയത്തുകൾ മൊത്തം ബാക്കി ഖുർആനിലെ ആയത്തുകളുടെ ഇരിപ്പിടമാണ്. അതിലെന്റെ തുടക്കത്തിൽ പറഞ്ഞത് ലാ റൈബ ഫീഹി വബിൽ ആഖിറതി ഹും യുഖിനൂൻ. ലാ റൈബ ഫീഹി, ഈ ലാ റൈബ ഫീഹി തന്നെയാണ് യഖീൻ. വബിൽ ആഖിറതി ഹും യുഖിനൂൻ. അതുകൊണ്ട് സംശയം വേണ്ട, ഖൽബിന്റെ ഉള്ളിൽ ഇളക്കം തട്ടിപ്പോകരുത്. എന്തിൽ ഇളക്കം തട്ടരുത് എന്നാ പറഞ്ഞത്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇളക്കുന്നതാര? അവസാനം ഊന്നി പറഞ്ഞു, മിനൽ ജിന്നതി വന്നാസ്. ചിലപ്പോൾ ഖൽബിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയ ശൈത്താൻ ഖൽബിലെ ഈമാനിനെ ഇളക്കും. അല്ലാഹു കാക്കട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ആളുകളുടെ കൂട്ടത്തിൽ നസീഹത്ത് പറഞ്ഞുകൊണ്ട് ചമഞ്ഞു വരുന്ന മനുഷ്യന്മാർ ഖൽബിനെ ഇളക്കും.